എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. മാലകൾ ഉയർത്തുന്നു എന്നുള്ള ദൈവവചനത്തെ ആസ്പദമാക്കി ഏതാനും പ്രോഗ്രാമുകൾ ചെയ്യുവാനിടയായി, പ്രത്യേകിച്ച് അന്ത്യകാല യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളുടെ അവസാനത്തേക്ക് വരുമ്പോഴാണല്ലോ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകേണ്ടത്. അതിനോടനുബന്ധിച്ച് ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകുന്ന, അല്ലെങ്കിൽ 1, 2, 3 യുദ്ധങ്ങൾക്ക് കാരണമാകുന്ന രാജ്യമാകുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രവചന ഭാഗങ്ങളും നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വന്നപ്പോഴാണ് ദാനിയേൽ പ്രവചനത്തിൽ നിന്നും ഇസ്രയേലിന് അവസാനമായിട്ട് ഒരു 7 വർഷം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 7 വർഷത്തിൻ്റെ കണക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ദാനിയേൽ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്ന 70 ആഴ്ചവട്ടം, 9-ന്റെ 24-ാം വാക്യത്തിൻ്റെ അവസാനമാണ് പറയുന്നത്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. 6 കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ 70 ആഴ്ചവട്ടം കൂടി ആകണം. ട്രാൻസ്ഗ്രിഷൻസ് ഓഫ് യുവർ പീപ്പിൾ, അതിക്രമത്തെ തടസ്സം ചെയ്യുക. രണ്ടാമത് പുട്ട് ദി എൻഡ് ടു സിന്ന്, പാപത്തെ മുദ്രയിടുക. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. നിത്യനീതി വരുത്തുക. ദർശനവും പ്രവചനവും മുദ്രയിടുക. ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രൊഫസി, ആൻഡ് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ടു അനോയിന്റ് ദി മോസ്റ്റ് ഹോളി. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. ആ 6 കാര്യത്തിനാണ് 70 ആഴ്ചവട്ടം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടത്തിന് 7 ദിവസമാണെന്നും, അങ്ങനെ 70 ആഴ്ചവട്ടം വരുമ്പോൾ 490 ദിവസമാകുമെന്നും, ആ 70 ആഴ്ചവട്ടത്തെ 3 ഡിവിഷനായി തിരിച്ചിരിക്കുന്നു. യെരൂശലേം ദേവാലയത്തെ പുതുക്കി പണിയുവാൻ കൽപ്പന കൊടുക്കുന്ന മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടമെന്നും, ഒരു 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം യെരൂശലേം നഗരത്തെയും ദേവാലയത്തെയും നശിപ്പിക്കുമെന്നും ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. അങ്ങനെ 62 + 7 = 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ് അഭിഷക്തൻ ഛേദിക്കപ്പെടേണ്ടത്. പ്രവചനീയമായി പറയുമ്പോൾ ഒരു ദിവസത്തെ 1 വർഷമായി കാണണമെന്നുള്ള വാക്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ സെരുബ്ബാബേൽ പണിയുന്ന ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്കായി കൽപ്പന മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്ന AD 30 വരെ. കാരണം യേശുവിന്റെ ജനനം AD 4-നും 3-ലും ഇടയിലാണെന്നുള്ളത് ചില ബൈബിളിൽ നിന്ന് ഞാൻ കാണിച്ചിരുന്നു. അതുകൂടാതെ ബൈബിളിൽ നിന്നും അത് കൂട്ടി നോക്കിയാൽ നമുക്ക് ആ കണക്ക് കിട്ടുമെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടത് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു വിശ്വസനീയമായ കണക്കിലേക്ക് പോകുവാൻ ചില കാര്യങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. 7, 49, 490-ന്റെ ഒരു 4 ഡിവിഷൻ ബൈബിളിൽ നടന്നതായിട്ട് കാണിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആഴമായി പഠിക്കുന്ന അല്പസ്വല്പം ആൾക്കാർക്കോടാണ് ഞാൻ ഈ പറയുന്നത്. ബൈബിളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തവർ ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല, ഇത് കേട്ടാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, കാരണം ബൈബിളിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുന്നുണ്ടല്ലോ, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തെന്ന്. അപ്പോൾ അബ്രഹാമിനെയും അങ്ങനെ തിരഞ്ഞെടുത്തതാണ്. അബ്രഹാമിനെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12:4-5 നമുക്ക് വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. അബ്രഹാമിൻ്റെ ജനനം മുതൽ നമുക്കറിയാം 75-ാം വയസ്സ് വരുമ്പോഴാണ് ഈ വാഗ്ദത്തം കൊടുക്കുന്നത്. അപ്പോൾ വാഗ്ദത്തം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോഴാണ് ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്ത പുത്രൻ ജനിച്ചു വരുന്നത്. നമുക്ക് ആ അബ്രഹാമിൻ്റെ വർഷം തൊട്ടൊന്ന് കൂട്ടി നോക്കാം. അബ്രഹാമിന് 75 വയസ്സ്, അബ്രഹാമിൻ്റെ ജനനം മുതലുള്ള വയസ്സാണ് ഞാൻ ഈ കൂട്ടുന്നത്. 75 വയസ്സായപ്പോൾ വാഗ്ദത്തം കിട്ടി. വാഗ്ദത്തം ടു ഇസഹാക്ക് ജനിക്കുന്നവരെ 25 വർഷം. അത് കഴിഞ്ഞ് ഇസഹാക്കിന് പിന്നെ മകൻ ജനിക്കുന്ന യാക്കോബ് ജനിക്കുന്ന ഇസഹാക്കിൻ്റെ 60-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ആ 60, 75, 25 + 60, യാക്കോബ് ഫറവോന്റെ സന്നിധിയിൽ ചെല്ലുന്ന കണക്കാണ് പിന്നെ നമുക്ക് കൂട്ടാനുള്ളത്. അപ്പോൾ യാക്കോബ് പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് നമുക്ക് മറ്റ് കണക്കുകളാണ് ബൈബിളിൽ കിട്ടുന്ന. മക്കളുടെ കണക്കെടുക്കണ്ട, അവിടെ വരെ മക്കളുടെ കണക്കെടുത്താൽ മതി. അങ്ങനെ യാക്കോബ് ഫറവോന്റെ സന്നിധിയിൽ ചെല്ലുന്നത് ഉൽപ്പത്തി പുസ്തകം 47:9 നമുക്ക് കാണാം. 130 വയസ്സുള്ളപ്പോഴാണ് യാക്കോബ് മിസ്രൈമിൽ ചെല്ലുന്നത്. അങ്ങനെ 130 വയസ്സിൽ യാക്കോബും 70-ലധികം ആൾക്കാരും കൂടെ മിസ്രൈമിൽ ചെല്ലുന്നു.
ആ മിശ്രയിൽ അവർ 215 വർഷം അവർ ജീവിച്ചിരുന്നത്. ഇവിടെ ഒരു സംശയം ഉള്ള ഭാഗമാണ്. പെട്ടെന്ന് ചുമ്മാതൊരു വാക്യമൊക്കെ വായിച്ചു പോകുന്നവർക്ക്, ബൈബിളിൽ വലിയ ജ്ഞാനമില്ലാത്തവർക്ക് അത് സംശയം തോന്നും. ഗലാത്യ ലേഖനം 3:16-17 വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. പറയുന്നതിൻ്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. വാഗ്ദത്തം കിട്ടിയ ശേഷം 430 വർഷം കഴിഞ്ഞാണ് ന്യായപ്രമാണം കിട്ടുന്നത്. ചിലര് ചിന്തിക്കുന്നത് അബ്രഹാം യാഗം കഴിച്ചപ്പോൾ ആ യാഗത്തിൽ ഒരു പെശക് വന്നപ്പോൾ പറയുന്നുണ്ട്, നിന്റെ സന്തതി അന്യജാതിക്ക് 400 സംവത്സരം അടിമകളായിട്ടിരിക്കുമെന്നൊരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ 400 വർഷം ജീവിച്ചെന്നാണ്. എന്നാൽ അങ്ങനെയല്ല ഈ കണക്ക്. അബ്രഹാമിൻ്റെ മക്കൾ ഈജിപ്തിൽ 400 വർഷം ജീവിച്ചില്ല. കാരണം വാഗ്ദത്തം ലഭിച്ച 75 വയസ്സ് അല്ലാണ് കിട്ടുന്നത്. വെച്ചാൽ 25 വയസ്സ് പിന്നെ കഴിഞ്ഞു. വാഗ്ദത്തം ലഭിച്ചത് കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞാണ് ഇസഹാക്ക് ജനിക്കുന്നത്. ഇസഹാക്കിൻ്റെ 60ാമത്തെ വയസ്സിലാണ് യാക്കോബ് ജനിക്കുന്നത്. പ്ലസ് ഒരു 130 വയസ്സ് യാക്കോബ് ഫറവോൻ്റെ സന്നിധിയിൽ വന്നത്. അപ്പോൾ 130 + 60 = 190 + 25 215 വർഷം വാഗ്ദത്തം ലഭിച്ച ശേഷം കഴിഞ്ഞിട്ടാണ് യാക്കോബും മക്കളും ഈജിപ്തിൽ ചെല്ലുന്നത്. അപ്പോൾ ഈ 430 വർഷമെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കണ്ടല്ലോ. വാഗ്ദത്തം മുതൽ ന്യായപ്രമാണം വരെ 215 വർഷം കഴിഞ്ഞല്ലേ യാക്കോബ് മിസ്രൈമിൽ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 430-ൽ നിന്ന് 215 കുറച്ചാൽ 215 വർഷമേ ഇവർ മിസ്രൈമിൽ ജീവിച്ചുള്ളൂ, അല്ലെ അവിടെ പ്രവർത്തിച്ചുള്ളൂ. ഇത് ക്ലാരിറ്റി കണക്കാണ്. പക്ഷെ ചിലർക്ക് പെട്ടെന്ന് പോകുമ്പോൾ നെറ്റി ചുളിയും. കാരണം അധികം ആഴമായിട്ട് ഇതൊന്നും പഠിക്കാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. അബ്രഹാമിൻ്റെ വയസ്സ് 75-ൽ വാഗ്ദത്തം. അത് കഴിഞ്ഞൊരു 25 വയസ്സ് കഴിയുമ്പോൾ വാഗ്ദത്ത സന്തതി ഇസാക്ക് ജനിക്കുന്നു. ഇസഹാക്കിൻ്റെ 60ാമത്തെ വയസ്സിൽ യാക്കോബ് 130 വയസ്സുള്ളപ്പോൾ മിസ്രൈമിൽ ചെല്ലുന്നു. അവിടുന്ന് 215 വർഷം കൂടി അവരവിടെ ജീവിച്ചു കഴിയുമ്പോൾ ടോട്ടൽ 505 വർഷമാകുന്നു. 75 + 25 + 60 + 130 + 215. ഈ 505 വർഷത്തിൽ ദൈവം പറയാതെ അബ്രഹാം ഒരു ചെറിയ വേലയ്ക്ക് പോയി, ഒരു ജോലിക്ക് പോയി. സാറായുടെ വാക്ക് കേട്ട് ഉൽപ്പത്തി പുസ്തകം 16:3 വായിക്കുമ്പോൾ അറിയാം, ഹാഗറിനെ ഭാര്യയായി പരിഗ്രഹിച്ച് ആ ഒരു ബന്ധത്തിൽ ഇസ്മായേൽ ജനിക്കുന്നു. ആ ബന്ധം ഏതാണ്ട് 15 വർഷം നീണ്ടു നിന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 15 വർഷമാണ് ആ ബന്ധം നീണ്ടു നിന്നത്. ആ 15 വർഷം കുറയ്ക്കുമ്പോൾ 490 എന്ന കണക്കാണ് കിട്ടുന്നത്. എന്താണ് ഈ 770-ന് ദൈവത്തിന് ഇത്ര കാര്യം? അത് വലിയ മർമ്മസംഖ്യയാണ്. കാരണം പത്രോസ് ചോദിക്കുന്നുണ്ട്, സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട് 770 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു സംഖ്യയാണ് ഈ 490. സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് ഞങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമാന കൂടാരം 1 തൊട്ടുള്ള ക്ലാസ് നോക്കാം. അതിൻ്റെ ഒരു 2, 3 ഒക്കെ എപ്പിസോഡ് വരുമ്പോൾ സംഖ്യകളെക്കുറിച്ച് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പഠനമുണ്ട്. അതിനകത്ത് 1-ൻ്റെ അർത്ഥം, 2-ൻ്റെ അർത്ഥം, 3-ൻ്റെ അർത്ഥം, അങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. 10 എന്ന് പറയുന്നത് ക്രമപൂർണതയുടെ സംഖ്യയാണ്. ക്രമപൂർണത എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ക്രമമായി കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ചില ജോലികൾ പൂർണ്ണതയിലെത്തുന്ന സംഖ്യയാണ് 10. പൂർണ്ണതയാകുന്ന സംഖ്യയുടെ 7 × 10 = 70. വീണ്ടും അതിനെ ദൈവത്തിൻ്റെ പൂർണ്ണതയാകുന്ന 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 490 കിട്ടുന്നത്. അതാണ് ദൈവം പത്രോസിനോട് പറയുന്നത്. അതുകൊണ്ട് 490-ന് വലിയ അർത്ഥമാണുള്ളത്. ചുരുക്കി പറയട്ടെ, അബ്രഹാമിനെ ജനനം തൊട്ട് ന്യായപ്രമാണം വരെയുള്ള കാലം എടുക്കുമ്പോൾ 505 വർഷമാണ് ടോട്ടൽ ആ കാലഘട്ടം വരുന്നത്. അതിൽ
ഹാഗറുമായിട്ടുള്ളൊരു 15 വർഷം കുറച്ച് കഴിയുമ്പോൾ 490 വർഷം എന്ന് കിട്ടും. അതാണ് ദൈവവും അബ്രഹാവും കൂടിയുള്ള പൂർണ്ണ ഇടപാടിൻ്റെ കാലഘട്ടം. 505 വർഷമല്ല എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു 15 വർഷം ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് വേണ്ടി നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ഡിവിഷനിലേക്ക് ഞാൻ വരികയാണ്. പുറപ്പാട് മുതൽ ദ ഡെഡിക്കേഷൻ ഓഫ് ദി ടെമ്പിൾ. ശലോമോൻ രാജാവ് പണിത ദേവാലയ പ്രതിഷ്ഠ വരെ മരുഭൂമിയിൽ ഒരു 40 വർഷമായിരുന്നു. കനാൻ ടു ഷൗമേൽ ന്യായാധിപൻ വരെ, പുറപ്പാട് ടു ഷൗമേൽ വരെ, ഷൗമേലിൻ്റെ കാലഘട്ടം അതിനകത്തില്ല, അത് 450 വർഷമാണ്. അതേസമയം ഷൗമേലിൻ്റെ ഭരണകാലം 21 വർഷം, ശൗൽ രാജാവിൻ്റെ ഭരണകാലം 40 വർഷം, ഡേവിഡ് രാജാവിൻ്റെ ഭരണം, രാജാക്കന്മാർ 2:11 40 വർഷം. ദി ഡെഡിക്കേഷൻ ഓഫ് ടെമ്പിൾ, ദേവാലയ പ്രതിഷ്ഠ, ശലോമോൻ്റെ ഭരണത്തിൻ്റെ നിയർ അബൌട്ട് 10-ാം വർഷമാണ് നടക്കുന്നത്. അങ്ങനെ ടോട്ടൽ 40 + 450 + 21 + 40 + 40 + 10, അങ്ങനെ 601 വർഷമെന്ന് കിട്ടും. ബൈബിളിൽ നിന്ന് കൂട്ടിയെടുക്കാമെന്ന കണക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രയേൽ ജനം 111 വർഷം അവരെ പലർക്കും, കനാൻ രാജാവിനെ, കൂശൻ രിഷാദാമിന്, മോബാബ് രാജാവിനെ, നമ്മൾ 83-ാം സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുള്ള 10 ജാതി, അതിലെ ഫിലിസ്ത്യർക്ക്, അമോനിയർക്ക്, അങ്ങനെ പലർക്കും ഇവരെ അടിമകളായിട്ടിരുന്നു. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവർ അടിമകളായിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ പോയതിലാണ് ന്യായാധിപന്മാർ 3:8 വരുമ്പോൾ 8 വർഷം ഇവർ അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 3:14 വരുമ്പോൾ 18 വർഷം ഇവർ അടിമകളായിട്ടിരുന്നു. ന്യായാധിപന്മാർ 4:3 വരുമ്പോൾ ഇവർ 20 വർഷം കനാൻ രാജാവിനെ അടിമകളായിട്ടിരുന്നു. പിന്നെ മിദ്യാൻ ഇവരെ, ന്യായാധിപന്മാർ 6:1 മിദ്യാൻ രാജാവിനെ ഇവർ 7 വർഷം അടിമകളായിട്ടിരുന്നു. ജഡ്ജ് 6:1. പിന്നെയും ഫിലിസ്ത്യർക്കും അമോനിസ്റ്റിലുമായിട്ട് ന്യായാധിപന്മാർ 10:7 ഇവരെ 18 വർഷം അടിമകളായിട്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഫെലിസ്ത്യർക്കും അമോനിയർക്കും, അല്ലെങ്കിൽ ഫെലിസ്ത്യർക്ക് ന്യായാധിപന്മാർ 13:1 40 വർഷം അടിമകളായിട്ടിരുന്നു. അങ്ങനെ ഇത്രയും കണക്ക് നമുക്കൊന്ന് കൂട്ടി നോക്കിയാൽ ആദ്യത്തെ 8 വർഷം, പിന്നത്തെ 18 വർഷം, പിന്നത്തെ 20 വർഷം, പിന്നത്തെ 7, 18, 40, ഇത് കൂട്ടുമ്പോൾ 111 വർഷമെന്ന് കിട്ടും. ന്യായപ്രമാണം മുതൽ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെ 601 വർഷമായിരുന്നല്ലോ. അതിൽ 111 വർഷം കുറച്ച് കഴിയുമ്പോൾ 490 എന്ന് കിട്ടും. അപ്പോൾ ബൈബിളിൽ ദൈവത്തിൻ്റെ പൂർണ്ണ ഇടപാട് കാലമാകുന്ന 490-ന്റെ രണ്ടാമത്തെ കണക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 601 - 111 = 490. ഇനിയും ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം വരുന്ന 29 വർഷമാണ്. അത് കഴിഞ്ഞ് രഹബയാം മുതൽ ഇവർ പ്രവാസത്തിലേക്ക് പോയത്, അവിടെ ചില മർമ്മങ്ങളുണ്ട്. ആക്ച്വലി സിദോക്കിയ രാജാവിൻ്റെ ഭരണകാലം ടോട്ടൽ 11 വർഷമാണ്. എന്നാൽ നെബൂഖദ്നേസർ 9-ാം വർഷം 10-ാം മാസം 10-ാം തീയതി നെബൂഖദ്നേസർ വന്ന് ഈ രാജ്യത്തെ അദ്ദേഹത്തിന് അടിമ രാജ്യമാക്കുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ 2 കണക്ക് അവിടെ വന്നു? ഇതൊക്കെ ദൈവത്തിൻ്റെ മർമ്മങ്ങളാണ്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ പ്രവാചകന്മാരെ, ഇടയന്മാരെ, ഉപദേശകന്മാരെ, ശുശ്രൂഷകരുടെ 5 ഗണത്തെ പറഞ്ഞിട്ട് 4 ചിലരെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മർമ്മീകമായ കണക്കുകളാണ്. അതുപോലെയാണ് ഇവിടുത്തെ ഈ കണക്കും വന്നിരിക്കുന്നത്. ഈ നെബൂഖദ്നേസർ വന്ന് ഇവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ രാജ്യമാക്കി. സിദോക്യാവിൻ്റെ ഭരണകാലം 11 വർഷം കൂട്ടാൻ പറ്റത്തില്ല സത്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഈ രഹബയാം മുതൽ ഈ സിദോക്യാവിനെ നെബൂഖദ്നേസർ വന്ന് അടിമയായി കൊണ്ടുപോകുന്ന പിടിക്കുന്ന കാലം വരെയുള്ള 391 വർഷമാണ്. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ സിദോക്യാവിൻ്റെ ഭരണകാലം 11 വർഷമാണ്. അങ്ങനെ 29 പ്ലസ് 391 പ്ലസ് ഇവർ ബാബിലോണിലെ പ്രവാസമായത് 70 വർഷം. നമുക്ക് 2 ദിനവൃത്താന്തം 36-ന്റെ അവസാനത്തെ ഭാഗം, ഇരമ്യാ പ്രവചനം, ഇവിടെയെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ചതാണ്. അങ്ങനെ ആ 70 വർഷം കൂടെ വരുമ്പോൾ 29 പ്ലസ് 391 പ്ലസ് പ്രവാസത്തിൽ പോയി 70 വർഷം കൂട്ടുമ്പോൾ 490 വർഷം എന്ന് കിട്ടും.
അപ്പോൾ 490-ന്റെ മൂന്നാമത്തെ ഡിവിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത കണക്കാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വളരെ ബൈബിളിൽ നിന്ന് കൂട്ടിയെടുക്കുന്ന കണക്കേ കറക്റ്റ് ആകത്തുള്ളൂ. മേദ്യ-പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയോ എഴുതിയിൽ വന്ന മിസ്റ്റേക്കോ അത് പകർത്തി എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കോ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ വന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ട് അത് പലരും 445 എന്ന് പറയുന്നുണ്ട്. പക്ഷെ 453 മുതൽ ആണ് ആക്ച്വലി ബൈബിൾ പ്രകാരം ആ കണക്ക് വരുന്നത്. അതിൻ്റെ കണക്കുകൾ ചാർട്ടുകളൊക്കെ ഞാൻ പുറകെ ഇട്ടു തരാം. BC 3-നും 4-നും ഇടയിൽ യേശു ജനിച്ചല്ലോ. യേശുവിൻ്റെ പ്രായം നമുക്ക് 33.5 വർഷമെന്നറിയാം. പക്ഷേ AD 1 വരെ നമുക്കിവിടെ കണക്ക് വന്നതുകൊണ്ട് ഇനി ഒരു 30.5 വർഷം യേശുവിൻ്റെ കൂട്ടിയാൽ മതി. അങ്ങനെ വരുമ്പോൾ 453 പ്ലസ് 30 483 വർഷമായി യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 69 × 7 483 എന്ന് പറയുന്ന ആ വർഷക്കണക്കിൽ കറക്റ്റ് അഭിഷക്തനാകുന്ന ക്രിസ്തു ഛേദിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നമ്മൾ 1 വർഷമോ 2 വർഷമോ ഉള്ള തർക്കത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ റിഫറൻസ് ബൈബിളും പലരും ജ്ഞാനികളും കൂട്ടിയേക്കുന്നതിലൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. BC 452 പെർഷ്യൻ രാജാവായ അർത്ഥകഷ്ട രാജാവിൻ്റെ കൽപ്പന മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 483 വർഷം എന്ന് പറയുന്നത് പ്ലസ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ 7 വർഷം കൂടി കൂട്ടിയാൽ 490 കാണാം. ഇവിടെ അർത്ഥകഷ്ട രാജാവെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആദ്യത്തെ കൽപ്പന കൊടുക്കുന്ന കോരശ് രാജാവാണ്. എസ്ര 1-7 വരെ പഠിക്കുമ്പോഴും നെഹമ്യാവ് 2-1 ചേർത്ത് പഠിക്കുമ്പോൾ BC 453 452 ആ കാലഘട്ടത്തിലാകാം അർത്ഥകഷ്ട രാജാവിൻ്റെ കൽപ്പന, അല്ലെങ്കിൽ അവിടെ കോരശ് രാജാവിൻ്റെ കൽപ്പന. BC 445 അർത്ഥകഷ്ട രാജാവ് കൽപ്പന എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. 2-3 പ്രാവശ്യം കൽപ്പന കൊടുക്കുന്നുണ്ട്. ഒന്ന്, കോരശ് കൊടുത്ത കൽപ്പനയാൽ സെരുബാബേലും മറ്റും പോയി ദേവാലയം പണിതു. പക്ഷേ ഈ ദേവാലയത്തിൻ്റെ പണി കുറേ നാൾ മുടങ്ങിക്കിടന്നു. അത് കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും കൽപ്പന. ഞാനിവിടെ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ ബൈബിളിൽ നിന്ന് കൂട്ടിയെടുത്തിരിക്കുന്ന കണക്കും പ്രകാരം BC 453 മുതൽ AD 30 വരെയാണ് 69 ആഴ്ചവട്ടത്തിൻ്റെ അല്ലെങ്കിൽ 69 × 7 483 വർഷം തികയുന്നത്. അത് ബൈബിൾ കൂട്ടി നോക്കാം. ആ കണക്കാണ് ഞാൻ പറഞ്ഞ പ്രീമിയർ റിഫറൻസ് ബൈബിളിൽ BC 4-നും 3-നും ഇടയിൽ യേശു ജനിച്ചു. അങ്ങനെ വരുമ്പോൾ യേശുവിൻ്റെ മരണം AD 30-നോടടുത്ത കാലത്താണ്. ഇനി 445 ഈ കൽപ്പന കൊടുത്തെന്ന് പറയുമ്പോൾ ചിലരതിനെ 445 പ്ലസ് യേശുവിൻ്റെ 33.5 വർഷം കൂടെ കൂട്ടുമ്പോൾ AD 32-33 യേശുവിൻ്റെ ക്രൂശീകരണം വരുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രീമിയർ ബൈബിളിൽ പറയുന്ന BC 4-നും 3-നും ഇടയിൽ നിന്നുള്ള ജനനമെന്ന് പറയുന്നത് തെറ്റും. പക്ഷേ ബൈബിളിൽ നിന്ന് കൂട്ടിയെടുത്ത കണക്ക് വരുമ്പോൾ BC 4-നും 3-നും യേശുവിൻ്റെ ജനനം വരുന്നതെന്ന് എനിക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇനി 483 വർഷത്തെ ചിലർ അതിനെ 365 ദിവസം കൊണ്ട് ഗുണിക്കും. കാരണം പഴയ നിയമവും പുതിയ നിയമവും ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 365 ദിവസമാണ് ഒരു വർഷത്തിന്. എന്നിട്ട് ഈ 483 വർഷത്തെ 365 കൊണ്ട് ഗുണിച്ചിട്ട് ആ കിട്ടുന്ന സംഖ്യയെ 360 കൊണ്ട് ഭാഗിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ AD 32-ലോ 33-ലോ വരുമ്പോഴാണ് ഏതാണ്ട് 483 വർഷം കിട്ടുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം നിയർ അബൌട്ട് AD 30 നടക്കുന്നത്. കാരണം യേശുവിൻ്റെ ജനനം ഇവരുടെ കലണ്ടർ കൂട്ടി എഴുതിയിൽപ്പെട്ട തെറ്റാണ്. BC 4-നും 3-നും ഇടയിലാണ്. പ്രീമിയർ ബൈബിളിൻ്റെ കോപ്പിയും പേജും ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തിരിച്ചെനിക്കൊരു ചോദ്യം കൂടുണ്ട്. അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ പഴയ നിയമം എത്ര കാലമായിരുന്നു? ആദം പാപം ചെയ്തത് മുതൽ അതിന് മുമ്പുള്ള വിട്ടേര്, പാപകാലവും ആദാമ്യ കാലവും അല്ലെങ്കിൽ ഏദന്യ കാലവും ഒക്കെ വിട്ടേര്. അതൊക്കെ നമുക്ക് വേറെ വലിയ കണക്കുകൾ അല്ലെ. സോ ആദമിൻ്റെ ആദ്യത്തെ മൂത്ത മകൻ തൊട്ട് നമ്മൾ കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ഈ ബൈബിൾ കണക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആദം പാപം ചെയ്ത മുതൽ AD 1 വരെ എത്ര വർഷമായിരുന്നു? നമ്മൾ കേട്ടിട്ടുള്ളത് 4000 എന്നല്ലേ. ആ 4000 വർഷത്തെ
ഗീഗോറിയൻ കലണ്ടർ പ്രകാരം 365 കൊണ്ട് ഗുണിച്ച് അതിനെ 360 കൊണ്ട് ഭാഗിച്ച് വരുമ്പോൾ 4056 വർഷമെന്ന് കിട്ടും. അപ്പോൾ പിന്നെ ആ കണക്കിലേക്ക് പോയാൽ എങ്ങനെ ആകും? ഞാനിത് നമ്മൾ പഠിപ്പിക്കുന്ന തെറ്റുണ്ടെന്ന് പറയാതിരിക്കാനും, അല്ലെങ്കിൽ ഈ പുള്ളി ഇത് അറിയാതാണ് ഇത് പഠിപ്പിച്ചൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എങ്ങനെയായാലും യെരുശലേം ദേവാലയം പുതുക്കിപ്പണിയാൻ കൽപ്പന കൊടുത്തത് മുതൽ അഭിഷക്തനായ പ്രഭുവാകുന്ന യേശുവിൻ്റെ ക്രൂശീകരണം, അല്ലെങ്കിൽ അവൻ ആരുമില്ലെന്ന് വന്ന അവസ്ഥയിൽ ക്രൂശീകരണം വരെ 483 വർഷമാണ്. അത് കഴിഞ്ഞ് ഇസ്രയേലിന് ശൂന്യാവസ്ഥയായി ദൈവം ജാതിയെങ്കിലേക്ക് തിരിഞ്ഞു. അതാണ് റോമാലേഖനം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രയേലിനെ വിട്ടിട്ട് ജാതികളാകുന്ന നമ്മളിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു വലിയ മർമ്മമുണ്ട്. ഈ ലോകം മുഴുവൻ അപ്പം ജാതി വർഗം കൊണ്ട് നിറഞ്ഞിരിക്കുക. വലിയവനും ചെറിയവനും കറുത്തവനും വെളുത്തവനും ചുവന്നവനും പച്ചയും മഞ്ഞയും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജാതി തിരിച്ചു. ദൈവം ഒരു പ്ലാൻ ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ വരവും കൂടി ഈ ജാതി അങ്ങ് എടുത്തു കളയുക. ആ പരിപാടി ഇവിടെ വേണ്ട. അങ്ങനെ ദൈവം പുതിയ നിയമസഭയ്ക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനായി കൊടുത്ത് യേശു കാൽവറിയിലെ ക്രൂശിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി. അത് മാത്രമല്ല, പഴയ നിയമത്തിൽ അബ്രഹാം അല്ലെങ്കിൽ ഹാബേൽ മുതൽ ഇങ്ങോട്ട് നടത്തിയ യാഗങ്ങളുടെ എല്ലാം പൊരുളാകണമെങ്കിൽ, നടക്കണമെങ്കിൽ, അതിനർത്ഥമുണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ യാഗം നടക്കണം. ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിൽ വന്ന് യാഗമാകണം. അങ്ങനെ ആ യാഗം നടത്തി യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയപ്പോൾ ഇവിടെ ഒരു മർമ്മം വെച്ചു, ഒരു തിരുവത്താഴം എന്ന് പറയുന്ന ശുശ്രൂഷ വെച്ചു, ഹോളി കമ്മ്യൂണൽ. ആദിമ സഭകളിൽ കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങി ഭക്ഷിപ്പീൻ. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി വാഴ്ത്തി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു, ബാക്കി പാനം ചെയ്യുവീൻ. അത് ഒരേ കപ്പിൽ നിന്നും ഒരേ അപ്പം മുറിച്ചാണ് കഴിക്കേണ്ടെന്നുള്ളൊരു മർമ്മം അവിടെ ഉണ്ട്. അതൊന്നും ഇന്ന് പലരും പഠിപ്പിക്കുന്നുമില്ല. ഓരോരുത്തരും മുറിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മൂലം എൻ്റെ യേശു നുറുക്കപ്പെട്ടു, ഞാൻ മൂലമാണ് യേശു കാൽവറിയിൽ ക്രൂശിക്കുക. അതിനാണ് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, നാം നുറുക്കുന്ന അപ്പം പാസ്റ്റർ മാത്രം നുറുക്കിയാൽ പോരാ, നാം ഓരോരുത്തരും നുറുക്കണം. ആ സബ്ജക്റ്റ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക. വലിയ മർമ്മങ്ങൾ അതൊക്കെ. ആ ശുശ്രൂഷ നമുക്ക് തന്നു. അതിനകത്ത് താണജാതിക്കാരനും വലിയ ജാതിക്കാരനും വലിയ പുള്ളി വന്നാലും ചെറിയ പുള്ളി വന്നാലും ആ ഒരു കപ്പിൽ നിന്ന് വാങ്ങി കുടിക്കണം. അടുത്തിരിക്കുന്ന സഹോദരൻ ആരായാലും നീ ജാതിയും മതമൊന്നും അവിടെ നോക്കല്ലേ. നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ബോഡിയാണ്, ചെറുതും വലുതുമല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി താണവനെയും വലിയവനെയും എല്ലാം ഒറ്റ മേശയെങ്കിലും ഒരു സഭയ്ക്കകത്തും കൊണ്ടുവന്ന് ദൈവം ഒരു ബോഡിയുടെ അംഗങ്ങളാക്കി തീർത്തു, പാർട്ടാക്കി തീർത്തു. അതാണ് അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്താകും? ഇവിടെ ഇപ്പം ഇസ്രയേലിനെ കാഠിന്യം പറ്റി, അല്ലെങ്കിൽ അവർക്ക് ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ദേവാലയമില്ല, ഹോമയാഗമില്ല, പാപയാഗമില്ല, അകൃത്യയാഗമില്ല, എല്ലാം അവരുടെ ഇല്ലാതായി നശിച്ചു കഴിഞ്ഞു. ഇവിടെ കൃപാകാലമായിരിക്കുന്നു. ഇനി ഈ കൃപാകാലത്തിൻ്റെ അവസാനത്തിലാണ് ഇവിടെ കാഹളം ധ്വനിച്ച് സഭ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആൻറ്റി ക്രൈസ്റ്റ് വരത്തുള്ളൂ എന്നുള്ള കൃത്യമായ വാക്യം ഞാൻ പല പ്രാവശ്യവും ദൈവമക്കളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതൊന്നുകൂടെ വായിക്കുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാം വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായ വെളിപ്പെട്ട് വരും. അപ്പോൾ അധർമ്മമൂർത്തിയും നാശമൂർത്തിയുമാകുന്ന നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ആൻറ്റി ക്രൈസ്റ്റ് വരണമെങ്കിൽ ഇവിടുന്ന് വഴിയിൽ നിന്ന് തടയുന്ന പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് മധ്യാകാശത്തേക്ക് പോകണം. അതുവരെ ഇവിടെ അവനെ അനുവദിക്കത്തില്ല. അപ്പോൾ സംഘം, സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷമേ ആൻറ്റി ക്രൈസ്റ്റ് ഇവിടെ പ്രത്യക്ഷമാകത്തുള്ളൂ. അങ്ങനെ അബ്രഹാം ടു പുറപ്പാട് വരെ 505 വർഷം, അതിൽ നിന്ന് ഹാഗർ ബന്ധത്തിലെ 15 വർഷം കുറച്ചാൽ 490 വർഷം. 7 × 70 490 വർഷം. പുറപ്പാട് ടു ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെ 601 വർഷം. അതിൽ ഇവർ അടിമകളായിട്ട് ഇവരുടെ കയ്യിരിപ്പ് കൊണ്ടുപോയ ആ 111 വർഷം കുറയ്ക്കുമ്പോൾ 490 വർഷം.
വർഷം. 7 × 70 490 വർഷം. ഇനി ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ മുതൽ ഹൈറസ് രാജാവിന്റെ ദേവാലയ പണിക്കുള്ള കൽപ്പന വരെ 490 വർഷം. നമ്മൾ നേരത്തെ കൂട്ടിയതാണ്. 7 × 70 490 വർഷം. ഹൈറസ് രാജാവ് കൊടുത്ത കൽപ്പന മുതൽ യേശുവിന്റെ ക്രൂശീകരണം വരെ 483 വർഷം എന്ന് പറഞ്ഞാൽ 69 ആഴ്ചവട്ടം. ഇനിയുമാണ് ദാനിയേൽ പ്രവചനത്തിൽ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവന് ഒരു ആഴ്ചവട്ടത്ത് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാകുത്തവന്റെ മേൽ കോപം ചൊരിയും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന ടൈമുണ്ട്, സമാപ്തിയുണ്ട്. അവസാനത്തെ 70-ാം ആഴ്ചവട്ടം. അതിനിടെ ഒരു കൃപാകാലം വന്നു. അത് ലോകത്തിൽ നിരപ്പ് തരുവാൻ സകല മനുഷ്യരെയും ഒരു മേശക്കീഴിൽ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ സാക്ഷികളാക്കാൻ. അവിടെ വലിപ്പമില്ല, ചെറുപ്പമില്ല, വലിയവനില്ല, താണവനില്ല, പണ്ഡിതനില്ല, പാമരനില്ല. എല്ലാവരും ഒരു കപ്പിൽ നിന്ന് കുടിക്കണം തിരുമേശയിൽ, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ. അതിൻ്റെ ഒരപ്പം മുറിച്ച് തിന്നണം. ഞാൻ മുഖാന്തരം എൻ്റെ യേശു തകർക്കപ്പെട്ടു എന്നുള്ള പ്രസ്താവനയുടെ അംഗീകാരമാണത്. ഓക്കെ, ഇങ്ങനെ 490 വർഷത്തിൻ്റെ 4 ഡിവിഷൻ നമുക്ക് നോക്ക്. ബൈബിൾ എത്ര കൃത്യമായി, എത്ര ആഴമായി ഉള്ള ഒരു സബ്ജക്റ്റാണ് 70 ആഴ്ചവട്ടം. ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ കണക്കുകളൊക്കെ നമുക്ക് ബൈബിളിൽ തന്നിരിക്കുന്നത്? ദൈവമക്കളെ, ഈ കണക്കുകളും കാര്യങ്ങളും ഗ്രഹിച്ച്, ആഴത്തിലുള്ള ദൈവവചനത്തെ ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനാണ്. ആദം ടു വെള്ളപ്പൊക്കം വരെ 1656 വർഷം ബൈബിളിൽ നിന്ന് നമുക്ക് കൂട്ടിയെടുക്കാം. ഞാൻ കൂട്ടിയെടുത്തതിൻ്റെ ചാർട്ടിൻ്റെ ഇതിൻ്റെ കൂടി ഇട്ട് തരുന്നു. രണ്ടാമത്, വെള്ളപ്പൊക്കം ടു അബ്രഹാം വരെ 292 വർഷമാണ്. അബ്രഹാമിന്റെ ജനനം വരെ. അത് അങ്ങനെ വരുമ്പോൾ BC 2052 അബ്രഹാമിന്റെ ജനനം. ഇനി അബ്രഹാമിന്റെ ജനനം ടു യാക്കോബ് ഫറവോന്റെ സന്നിധിയിൽ ചെന്നത് വരെ ഒരു 100 വർഷം, ഒരു 60 വർഷം, 130 വർഷം. അത് കൂട്ടുമ്പോൾ നമുക്ക് 290 വർഷം എന്ന് കിട്ടും. അത് BC 1762. ഇനി ഇവരെ ഈജിപ്തിലുള്ളത് 430 - 215 സമം 215 എന്ന് വരുമ്പോൾ 215 വർഷമാണ് ഇവർ ഈജിപ്തിൽ പാർത്തത്. അത് 1547 BC-യിലാണ് നടക്കുന്നത്. ഇനി ഇവർ ഡിസേർട്ടിൽ 40 വർഷം ഇവരെ മരുഭൂമിയിൽ അലഞ്ഞ് നടക്കുമാറാക്കി. ഞാനിത് BC-യും കൂട്ടിയിട്ടുണ്ട്, ആദം മുതൽ 1, 2 എന്നും പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 4000 വർഷത്തിന്റെ കണക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മരുഭൂമി 40 വർഷം, അത് BC 1507 ടു ശൗമേൽ വരെ 480 വർഷം. അതുകൂടാതെ ശൗമേലിന്റെ കാലം 21 വർഷം, അത് BC 1036 വരെ വരുന്നു. ശൗൽ രാജാവിന്റെ വർഷം 40 വർഷം, 996 വർഷം. ഡേവിഡ് രാജാവിന്റെ വർഷം 40 വർഷം, BC 956 വരുന്നു. ശലോമോൻ രാജാവിന്റെ 40 വർഷത്തെ ഭരണം, അത് 916 BC-യിൽ വരെ വരുന്നു. ഇനി രഹബയാം മുതൽ സിദോക്യാവ് വരെ, അവിടെ ഞാൻ പറഞ്ഞില്ല 2 കണക്കുണ്ട്. ഒന്ന് 394 വർഷം വരും സിദോക്യാവിന്റെ 11 വർഷത്തെ ഭരണകാലം എടുത്താൽ. എന്നാൽ അദ്ദേഹത്തെ നെബൂഖദ്നേസർ വന്ന് കൊണ്ടുപോയ വർഷം 9-ാം വർഷം വരെ കൂട്ടിയാൽ 391 വർഷമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് BC 525 വരുന്നു. ഇനി ബാബേൽ പ്രവാസം 70 വർഷം. അങ്ങനെ വരുമ്പോൾ അത് 455 വർഷമാണ് BC-യിൽ വരുന്നത്. 455. 68 വർഷമായിരുന്നു ബാബിലോണിയ സാമ്രാജ്യ ഭരണം. ഇവരെ വിട്ടതേക്ക് 70 വർഷത്തേക്കാണ്. 2 വർഷം കൂടെ കഴിയുമ്പോഴാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. അങ്ങനെ 455 2 വർഷം കുറയ്ക്കുമ്പോൾ 453 വർഷം BC-യിലാണ്. BC 453 കൽപ്പന വരുന്നത്. ഞാൻ ഈ ഭാഗം ബൈബിളിൽ നിന്ന് കൂട്ടി കൈകൊണ്ട് എഴുതി എൻ്റെ ബൈബിളിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ കണക്കുകളും കാണിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, ഏതാണ്ട് മനസ്സിലാകേണ്ടിയവർക്ക്. അങ്ങനെ BC
4-നും 3-നും ഇടയിൽ ബർത്ത് എന്ന് പ്രീമിയർ ബൈബിൾ പേജ് 1177 പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്നത് AD 30-ലാണ്. ദൈവത്തിന്റെ ജനമേ, 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കും. എന്തിനൊക്കെ? 6 കാര്യങ്ങൾക്ക് വേണ്ടി. ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒന്നുകൂടെ വിവരിക്കാം. എന്നാൽ നോക്ക്, ബൈബിളിൽ 4 ഡിവിഷൻസാണ് ഇനി കിട്ടുന്നത്. 490, 490, 490, 490. എത്ര ശ്രേഷ്ഠമാണ് ബൈബിൾ! എത്ര ആഴമാണ് ബൈബിൾ! കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുക, പഠിക്കാൻ താല്പര്യമുള്ള പഠിക്കുക. ഇത്ര ആഴമായി കൃത്യമായി കണക്കുകൾ പറഞ്ഞ് ഇതാ അന്ത്യകാലത്ത് വരുമ്പോൾ ഇതാ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കും. ആ അവസാനത്തോളം യുദ്ധമുണ്ടാകും. അതിൻ്റെ തുടക്കങ്ങളാണ് ഇപ്പം നടക്കുന്നത്. 3 വർഷമായിട്ട് യുദ്ധം നടക്കുകയാണ്. 3-ാമത്തെ വർഷത്തിലേക്ക് അടുക്കുകയാണ് കാര്യങ്ങൾ. ഇനി എന്നവസാനിക്കും? കാരണം ബൈബിൾ പറയുന്നു അവസാനത്തോളം യുദ്ധമുണ്ടാകും. അത് കഴിയുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ ആന്റിക്രൈസ്റ്റ് അവൻ്റെ പ്രതിമ വയ്ക്കും. അതിനു മുൻപ് ഇവിടുന്ന് സഭയെടുക്കപ്പെടും. ആ സഭയുടെ അംഗങ്ങളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എന്താണ് ഈ 6 കാര്യങ്ങൾ എപ്പോൾ നടന്നു എന്നുള്ളത് ചിന്തിച്ചിട്ട് നമുക്ക് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചും 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആരാധ്യ ദൈവമാ, ആത്മസ്വരൂപമാ.